അപ്പോൾ മക്കളെ, നട്ടപ്പാതിര വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രം ദുബായ്. കാറില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അത് മാറി കിട്ടി. ബാലിച്ചേട്ടൻ കാറായിട്ട് വന്നു, റേഞ്ച് റോവർ. ഓക്കെ, അപ്പോൾ വിഷയം രേണു സുധി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രേണു സുധി ഇപ്പം ഏകദേശം വിഷയം മാറി തുടങ്ങുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ബിഗ് ബോസിലോട്ട് രേണു സുധി ആദ്യമേ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഷോ തുടങ്ങിയിട്ടൊക്കെ ആയിരിക്കാം രേണു സുധിയുടെ ഒരു പോക്ക്. ഏറെക്കുറെ ഞാനൊരു പ്രീവിയസ് കണ്ടസ്റ്റൻ്റ് ആണല്ലോ. ഓക്കെ, അതവിടെ ഡ്രോപ്പ് ചെയ്യും. രേണു സുധിയിൽ നിന്ന് കാര്യങ്ങൾ ഇപ്പോൾ മകനിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. എനിക്കിതാണ് പറയാനുള്ളത്. കിച്ചു, കാരണം രേണു സുധി കോണ്ടൻറ്റ് ഏകദേശം ഊറ്റി ഒരു സൈഡിലായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മൊത്തം ഫോക്കസ് പോകാൻ പോകുന്നത് ഈ ചെക്കനിലേക്കാവും, കിച്ചുവിലേക്കാവും. അതിനൊരു കാരണമുണ്ട്. കാരണം രേണു സുധി ബിഗ് ബോസിലോട്ട് പോയാൽ പിന്നെ പുറത്തുള്ളത് കിച്ചുവാണ്. കിച്ചുവിൻ്റെ ചാനൽ അത്യാവശ്യം സോളിഡായിട്ടുണ്ട്, യൂട്യൂബിൽ നല്ല വ്യൂവർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും കിച്ചു ആയിരിക്കും ഇനി പുറത്തിരുന്ന് രേണു സുധിക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ ഓബിയസ്ലി കിച്ചു അവിടെ രേണു സുധിയുടെ VR പോകും. കാരണം കിച്ചു ഇതുവരെ ആയിട്ട് രേണു സുധി കോൺട്രവേഴ്സിയിലൊന്നും അമ്മയെ തള്ളി പറയാത്തൊരു മകനാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ ഓബിയസ്ലി ബിഗ് ബോസിലൊക്കെ പോകുമ്പോൾ കിച്ചു ആയിരിക്കുമല്ലോ കാര്യങ്ങൾ കൊണ്ടുപോകും മുന്നോട്ട്. അപ്പോൾ കുറേയൊക്കെ ഇനി എന്താണെന്ന് അറിയുമോ, കിച്ചുവിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പരിപാടികൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ടാർഗറ്റ് എന്ന് ഒരിക്കലും പറയില്ല കേട്ടോ, കാരണം കുറേ കാര്യങ്ങളൊക്കെ കുറേ ആൾക്കാർക്ക് അറിയണം. അപ്പോൾ അത് ആളുകൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരു പക്ഷേ കേൾക്കുന്ന വ്യൂവേഴ്സിന് അത് ടാർഗറ്റിംഗ് ആയിട്ട് തോന്നും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, അൺടിൽ അൺലെസ് എന്താ പറയുക, ഒരു ന്യൂസായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ആയിട്ട് പുറത്തറിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അങ്ങനത്തെയൊക്കെ ചെയ്താൽ മതി. ഹിയർസേകൾ ചെയ്യാതിരിക്കുന്നതാണ്, കാരണം പയ്യനാണ്, കുട്ടിയാണ്, ഹിയർസേകളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, കാരണം വളർന്ന് വരുന്ന കുട്ടികളല്ലേ, പലരും പല സാഹചര്യത്തിലായിരിക്കും, പലർക്കും പല അബദ്ധങ്ങളും പറ്റിക്കാണും. സോ അതൊക്കെ അങ്ങോട്ട് പോട്ട്, മനസ്സിലായോ? ഇതാണെങ്കിലും കിച്ചുവിനെ ഈ അടുത്ത് കിച്ചുവിന് ഭയങ്കരമായിട്ടുള്ള എന്തോ ഭീകരമായ കേസിൽ പൊക്കിയിട്ടുണ്ട്. അത് രേണുവിനറിയാം. അതുകൊണ്ടാണ് കിച്ചു രേണുവിനെതിരെ ഒന്നും പറയാത്തതെന്നൊക്കെയാണ് പൊതുവേ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു എന്താ പറയുക, എക്സ്പ്ലനേഷൻ, ഓക്കെ, വലിയ എക്സ്പ്ലനേഷൻ അല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ കിച്ചു ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതൊന്ന് കാണാം. വണ്ടി ഓടിച്ചെന്നൊക്കെ കേട്ടു. ആ ഒരു ക്രൈം ഞാൻ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വർഷമല്ല, ഡിസംബറിൽ, കഴിഞ്ഞ വർഷം ഡിസംബർ ഞാൻ കുറെ നാൾക്ക് ശേഷം ഈ കോട്ടയത്തോട്ട് പോയി. അവിടുത്തെ കൂട്ടുകാരെയൊക്കെ കണ്ട് ഞങ്ങള് ഫുഡ് കഴിയാണ്ട് ഷാപ്പിൽ പോയി. അപ്പൊ അവിടുന്ന് ഞാൻ കള്ളു കുടിച്ചു. കള്ളെന്ന് പറഞ്ഞാൽ മറ്റേ കള്ള്, മറ്റേ അവിടെ അപ്പൊ ടേസ്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കഴിച്ചു. അവിടെ നിന്ന് തിരിച്ചു വരുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ വണ്ടി നിർത്തി ഊതിപ്പിച്ചപ്പോഴത്തേക്ക് ഞാൻ പറയുമ്പോൾ എന്താ പറയുക, കിച്ചുവിന് ഇങ്ങനത്തെ ഒരു എക്സ്പ്ലനേഷൻ ആണെങ്കിലും ഇനിയിപ്പോൾ എന്താ പറയുക, എക്സ്പ്ലനേഷൻ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ചെത്തുകളിൽ കുടിച്ചതിൻ്റെ മുകളിലൊന്നും നിൽക്കില്ല, അതിൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ പോയി തുടങ്ങും കാര്യങ്ങൾ. മനസ്സിലായോ? ഞാൻ പറയുമ്പോൾ ഈ ഒരു എക്സ്പ്ലനേഷൻ ആണെന്നുണ്ടെങ്കിലും എന്നെ ഒരു ഇപ്പോൾ നാട്ടിൽ ഒരു 10, 22, 23 വയസ്സുള്ള ഒരാളെ എന്തെങ്കിലും ഒരു തല്ലുപിടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ഒരു വെള്ളം അടിക്കുന്നൊരു ഹാബിറ്റ് ആണെങ്കിലോ ഒക്കെ, എന്തെങ്കിലും ഒരു ബാഡ് ഹാബിറ്റിൻ്റെ മുകളിൽ പിടിച്ചു കഴിഞ്ഞാൽ അത് കേസാവും. ഓക്കെ, അതൊരു തെറ്റല്ലാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് ഗ്ലോറിഫൈ ചെയ്യാനും പാടില്ല, തിരുത്തണം. മനസ്സിലായോ? കള്ളു കുടിക്കുന്നുണ്ടെങ്കിൽ കുടിക്കാൻ പാടില്ല. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. കള്ളുടിയില്ല, സിഗരറ്റ് വലിയ അങ്ങനത്തെ പരിപാടിയില്ല, അങ്ങനെയുള്ള സാധനങ്ങൾ എൻ്റർടൈൻ ചെയ്യാനും എനിക്ക് താല്പര്യമില്ല. ഇപ്പോൾ കിച്ചുവിൻ്റെ കേസാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ യൂട്യൂബ് ആവും, റവന്യൂ ആവും, കാര്യങ്ങളൊക്കെ ആവും, ഫ്രണ്ട്സ് ഒരുപാട് പേര് കൂടെ കാണും. അപ്പോൾ ഇതേപോലെ ഫ്രണ്ട്സായിട്ട് കള്ളുകൂടി പരിപാടികൾ സെറ്റപ്പൊക്കെ ആകുമ്പോൾ കിച്ചു ശ്രദ്ധിക്കേണ്ടത്, കിച്ചുവിനെ ശ്രദ്ധിക്കുന്ന ആളുകൾ കിച്ചുവിനെ കണ്ടന്റ് ആക്കാൻ നമ്മളെ പോലുള്ളവർ പുറത്തിരിക്കുന്നുണ്ട്. സോ ബി വെയർ എന്നൊരു കാര്യമാണ് കിച്ചുവിനോട് പറയാനുള്ളത്. പിന്നെ കഴിഞ്ഞ കാര്യങ്ങൾ ഓക്കെ, കഴിഞ്ഞത് കഴിഞ്ഞു, അതവിടെ പോട്ട്. പക്ഷേ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോഴും കാര്യത്തിന് ഇപ്പോൾ സുധി എന്ന് പറഞ്ഞ വ്യക്തി, ആ വ്യക്തിയിൽ വരെ കാര്യങ്ങൾ എത്തി. മനസ്സിലായോ? അപ്പോഴാണ് സുധി എന്ന് പറഞ്ഞ വ്യക്തി എന്താണെന്നും അയാളുടെ ജീവിതം എന്താണെന്നുള്ളതും ഇപ്പോൾ ഏറെക്കുറെ എല്ലാവർക്കും പുറത്ത് മനസ്സിലാവുന്നത്. അതിൻ്റെ ഒരു ബാഡ് അവിടെ കിടക്കുന്നുണ്ട്, രേണുവിൻ്റെ ഒരു ബാഡ് സാധനം അവിടെ കിടക്കുന്നുണ്ട്. ഇനി കിച്ചുവിനും കൂടി ഒരു ഇതേപോലത്തെ ഒരു സംഗതി കിട്ടാതിരുന്നാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. സോ ബെറ്റർ പഴയ പോലെ തന്നെ ഒന്നിനും റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമില്ല, ഉത്തരം പറയേണ്ട ആവശ്യവുമില്ല. അങ്ങനെ ആകുമ്പോൾ തന്നെ കുറേയൊക്കെ നിന്ന് പോയിക്കോളും. ഓക്കെ, ഞാൻ കണ്ട വീട്ടിലേക്കകത്ത് എല്ലാരും പറയുന്നത് ഈ ഒരു കാരണം കൊണ്ട് ഞാൻ പേടിച്ചിരിക്കുകയാണ് ഓരോന്ന് പറയാനായി. അത് ശരി, ഇത് രാവിലെ കൂടെ ഓരോ കാര്യങ്ങൾ പറയാൻ പേടിച്ചിരിക്കുകയാണ്. എനിക്ക് അതിന്റെ ആവശ്യമില്ല. പേടിക്കാൻ തെറ്റ് ചെയ്തിട്ടില്ലേ പേടിക്കേണ്ട ആവശ്യമില്ല, ഇല്ലല്ലോ. അതൊന്നും കാര്യമാക്കണ്ട, നമുക്ക് എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ പോവാന്ന് വിചാരിച്ചിങ്ങനെ ആർക്കും ഒരു ശല്യമില്ല. നമ്മളേതായിട്ട് ഒരു
വഴിയിലൂടെ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന ന്യൂസ് എന്താണ്, മറ്റേ സെക്കൻഡ് മാരേജ് അതാണ് ഏറ്റവും ലേറ്റസ്റ്റ്. സെക്കൻഡ് മാരേജ്, അങ്ങനെ ഒരു മാരേജ് നടന്നിട്ടുണ്ടായിരുന്നു. അവര് രണ്ടുപേരും ഓക്കെ അല്ലായിരുന്നു, എപ്പോഴും അടിയും കാര്യങ്ങളുമായിരുന്നു. എന്നിട്ട് അവര് സംസാരിച്ച് അവരായിട്ട് ഡിസിഷൻ എടുത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു, അങ്ങനെ മാറിപ്പോയതാണ്. അവരായിട്ട് ഡിസിഷൻ എടുത്ത് മാറിയതാ. പറയുന്ന കാര്യങ്ങളൊന്നും അത്ര കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അവര് കല്യാണം കഴിച്ചെന്നാണെങ്കിലും, പക്ഷെ ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. അത്രയും ചിന്തിച്ചാൽ മതി എന്തൊക്കെയായിരുന്നു പ്രശ്നങ്ങൾ. എന്തുവാ അവര് നോക്കുമ്പോ എന്തുവാ കൊല്ലം സുധീര വൈഫായാലും ഇപ്പൊ വരും ഇങ്ങനെ കുറെ ഇങ്ങനെ പറയുന്നത്, ഇങ്ങനെ വൈഫാണ് പറഞ്ഞിട്ട് ന്യൂസ് വരുന്നു. അപ്പം നിങ്ങളാണെങ്കിൽ എല്ലാവരും അങ്ങനെ ചിന്തിച്ചു പോകത്തുള്ളൂ. അത് നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ന്യൂസ് വരുമ്പോ ഇങ്ങനെ എല്ലാരും വിചാരിക്കത്തുള്ളൂ. ഇത്ര നാളും കാണാത്തവരെയൊക്കെ കുങ്ങിയൊക്കെ വരുന്നില്ലേ. അതായത് ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ സെക്കൻഡ് മാരേജ് അങ്ങനെ നടക്കുന്നതും. ഒരു അഞ്ചിലൊക്കെ ആയപ്പോഴത്തേക്കും, 5-ലും ഒരു കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവര് ഓക്കെ അല്ലായിരുന്നു രണ്ടുപേരും. ഭയങ്കരമായിട്ട് എപ്പോഴും അടിയായിരുന്നു കാര്യങ്ങളും. എന്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്ന മോനെ, ഞാൻ ഇവിടെയാണ് ഹാപ്പി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഒരു ടൈം കഴിഞ്ഞപ്പം എന്താണ്, എനിക്ക് അവിടെ ഒരു കംഫർട്ടായിട്ട് തോന്നിയില്ല. ഞാൻ കുഞ്ഞിലോട്ടെ ഇവിടെ തന്നെയാണ് നിൽക്കുന്നതും. അപ്പം അച്ഛൻ പോയതിനു ശേഷം ഒരു ഇതായിട്ട് തോന്നിയില്ല. വീണ മോനെ നോക്കിയില്ലേ, രേണു നോക്കിയല്ലേ. എന്നെ നോക്കിയത് എൻ്റെ അച്ഛൻ, അച്ചാമ്മ, വല്യമ്മ, വല്യച്ഛൻ, അവരെല്ലാരും തന്നെയാണ്. കേട്ടല്ലേ, എല്ലാരും കേട്ടല്ലേ. ഞാൻ പറഞ്ഞുതരാം. ഒരു 3 വയസ്സായപ്പോഴാണ് അച്ഛനും ഞാനും കൂടെ കൊല്ലത്തോട്ട് വരുന്നതും. പിന്നെ മൊത്തം നോക്കിയത് അച്ചാമ്മ, വല്യച്ഛൻ, വല്യമ്മ. അച്ഛൻ വരും, അച്ഛൻ അന്ന് ഭയങ്കര ഷൂട്ടപ്പ് ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. മൊത്തം എന്നെ നോക്കിയത് വരാണ്. കൊല്ലം സുധി ആൾക്കാരെ ക്യാഷ് വാങ്ങി പറ്റിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. ഒരു സമയത്ത് അച്ഛന് ഭയങ്കരമായിട്ട് കടം ഉണ്ടായിരുന്നു. കാരണം കൊറോണ ടൈമില് ഞങ്ങൾ കോട്ടയത്തായിരുന്നു. ഞാൻ, അച്ഛൻ, അമ്മ, ഋതപ്പൻ, അവരുടെ പപ്പ, മമ്മ, അളിയൻ, 9 പേരുണ്ടായിരുന്നു. 9 പേരെ ഈ കൊറോണ ടൈമിൽ ലോക്ക്ഡൌൺ ആയ സമയത്ത് അച്ഛൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് അല്ലാണ്ട് അച്ഛനൊരു യൂട്യൂബ് ചാനൽ വന്ന് തുടങ്ങി. മൊത്തത്തിൽ അച്ഛൻ പെട്ടെന്ന് പോയ ആ സമയത്ത്. ചാനൽ തുടങ്ങി എന്തെങ്കിലും പിടിച്ചേർന്ന് ചോദിച്ചപ്പം ലോക്ക്ഡൌണും ആയി. മൊത്തത്തിൽ അങ്ങ് പെട്ടു. അതിന്റെ ഷൂട്ടും അവിടെയുള്ള അതിന്റെ ആൾക്കാരും ഞങ്ങളുടെ വീട്ടിൽ സ്റ്റേ ആയി പോയി. അവരെല്ലാരും നോക്കേണ്ട ഒരു അവസ്ഥ വന്നു. കുറെ ആർട്ടിസ്റ്റുകളാണെങ്കിലും അന്ന് ഞങ്ങളുടെ വീട്ടിലായിരുന്നു മൊത്തം. അവരെല്ലാരും നോക്കിയോ. അച്ഛൻ കുടിക്കുന്നില്ലെന്ന് പറയുന്നില്ലായിരുന്നു. അത് ഞാൻ തന്നെ കുറപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കുറേയൊക്കെ കാര്യങ്ങൾ ഇവിടെ കിച്ചു കൊടുക്കുന്ന എക്സ്പ്ലെയിൻ. കുറേയൊക്കെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡിസ്കഷനിലുള്ള ഈ പറഞ്ഞ സുധിയുടെ പാസ്റ്റ്, 2ാമത്തെ ഭാര്യ, ആ ബന്ധം എങ്ങനെയായിരുന്നു. ഒന്നാമത്തെ കാര്യം കിച്ചു കുട്ടിയാണ്. കിച്ചുവിന് അത് എങ്ങനെ എന്തെന്ന് അറിയാനുള്ളൊരു, അത് അവരും കാണിച്ചു കാണില്ല കിച്ചുവിൻ്റെ മുന്നിൽ. കിച്ചുവിന് അത് അറിയാനുള്ളൊരു വകുപ്പ് ഞാൻ കാണുന്നില്ല. 1. 2ാമത്തെ കാര്യം, ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർ കാണിച്ചത് കിച്ചുവിന് മുന്നിൽ, ഇപ്പോൾ ഒരു കുട്ടീന് മുന്നിൽ അവർ എത്രത്തോളം അവർ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തുറന്ന് കാണിക്കുമോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കിച്ചുവിനെ പറയുന്നു ആ ടൈമിൽ ആ വീട്ടിലില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കിച്ചുവിന് തന്നെ അതിനകത്തൊരു ക്ലാരിറ്റി കാണൂല. അത് ഈ പറഞ്ഞ 2ാമത്തെ ഭാര്യയും സുധിയും തമ്മിലുള്ള അവരുടെ സംഗതിയായിരിക്കാം. അതിൽ സുധിയില്ല, ആ 2ാമത്തെ ഭാര്യയായിരുന്ന വ്യക്തി വന്നിട്ട് ഇപ്പോൾ തുറന്നു പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, തള്ളുന്നവർക്ക് തള്ളാം. അടുത്ത കേസ് ഇതിൽ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. ഇപ്പം 2ാമത്തെ അമ്മയാണെങ്കിലും ഇപ്പോഴുള്ള അമ്മയായിട്ടുള്ള രേണു ആണെങ്കിലും ഇനി ഇതിനിടയിൽ ഇവരാരും അല്ലാതെ വേറൊരു അമ്മ ഒന്ന് കരയുന്നത് കണ്ടു. അപ്പോൾ അവരാണെങ്കിലും ഞാനാണെങ്കിലും ഈ കുട്ടിയുടെ യഥാർത്ഥ അമ്മ വരെ ഇട്ടിട്ട് പോയതാണ്. ഈ കുട്ടിയെ നോക്കിയത് മൊത്തം സുധിയുടെ ഫാമിലിയാണ്. അതുകൊണ്ടാണ് അവൻ ഇപ്പോഴും അവിടെ നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പറയാതെ തന്നെ കുറേ കാര്യം ഈ പയ്യൻ പറഞ്ഞു. ഇവനെ നോക്കിയത് മൊത്തം അവരാണ്, അതുകൊണ്ട് അവൻ അവിടെ നിൽക്കുന്നു. അതിലെല്ലാ ഉത്തരങ്ങളും ഉണ്ട്. ഫൈൻ. പിന്നെ ഇവൻ ചിന്തിച്ച് കാണും എന്തിനാണ് ഈ സുധിയുടെ എന്താ പറയുക കംപ്ലീറ്റ് ഇമേജ് ഇപ്പോൾ ഇല്ലാതായി ഇൻ ദ സെൻസ് മരണത്തിന് ശേഷം ഭയങ്കരമായിട്ടുള്ളൊരു സഹതാപമൊക്കെ വന്ന് എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്യേണ്ട മൈൻഡിലെത്തി. പിന്നെ ഇപ്പോൾ രേണു കാരണം എല്ലാം തകർന്നടിഞ്ഞൊരു വഴിക്കായി. ഇനി എനിക്ക് തോന്നുന്നത് എന്താ അറിയുമോ, ഈ ഇവനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും കാര്യങ്ങൾ. ആർക്ക്? കിച്ചുവിലേക്ക്. അത് ഉറപ്പാണ്, നിങ്ങൾ എഴുതി വെച്ചോ. കാരണം ഇന്ന് ഞാനൊരു ഇൻ്റർവ്യൂ ഉണ്ട് ഒരു വ്യക്തിയിലത്. ഓക്കെ, ആ വ്യക്തി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷാലു പയ്യാട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാളുടെ പൈസ വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഈ രേണു കാണിക്കലിൽ ഇവർ ആ ടൈമിൽ ഇപ്പോൾ കൊറോണ ടൈമിൽ എന്താണ് ആ വീട്ടിലുണ്ടായെന്നുള്ളത് കിച്ചു പറഞ്ഞല്ലോ. ഇനി വാട്ട് എവർ ഇറ്റ് ഈസ്, കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കണം. ഓക്കെ,
അത് വേണ്ടാന്ന് ആരെങ്കിലും പറയണ്ടെങ്കിൽ പിന്നെ അത് വേറെ സ്കീം. അല്ലാത്ത പക്ഷം കടം മേടിച്ചാൽ തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു ബേസിക് തിങ്ങാണ്. പിന്നെ ഇത് സുധി മാത്രം മേടിച്ച കടമല്ല. സുധി ഓരോ വട്ടം കടം വാങ്ങുമ്പോഴും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് രേണുവാണ്. രേണു ഇപ്പോൾ സെറ്റിൽഡാണ്, വർക്ക് കിട്ടുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. സുധിയാണ് ഇല്ലാതായത്. രേണു ഇപ്പോഴും ഉണ്ട്, ഏണിംഗ് ഉണ്ട്. അപ്പോൾ ആ കടം മേടിച്ച ആൾക്കാർ തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കേണ്ട ബാധ്യത രേണുവിനുണ്ട്. രേണു കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ സുധിയുടെ ഇൻഷുറൻസ് പൈസ വരുമ്പോൾ അതൊക്കെ സെറ്റിൽ ചെയ്യണം. മനസ്സിലായോ? അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ അതൊന്നും ചെയ്യാതെ കിട്ടുന്നതെല്ലാം ഔദാര്യം എന്ന് പറഞ്ഞ് നടന്നാൽ നാട്ടുകാർ തിരിച്ചു ചോദിക്കാൻ തുടങ്ങും. കൊടുത്ത പൈസ ഒരു രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതടക്കം തിരിച്ചു ചോദിക്കും ആളുകൾ. പിന്നെ അങ്ങനെയാണല്ലോ, ദാനം കിട്ടിയ സാധനത്തിൻ്റെ മുകളിൽ ആകപ്പാടെ കൂടി കച്ചറ ഉണ്ടാക്കിയൊരു ടീമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ കൊടുത്ത പൈസ എന്തിന് ഞങ്ങൾ ദാനമായി കൂട്ടണം, കടം കൊടുത്താണ് തിരിച്ചു തരണം എന്ന് ആളുകൾ ചോദിക്കാൻ വരും. പിന്നെ അത് മാത്രമല്ല, ഞാൻ പറഞ്ഞു എല്ലാം കിച്ചുവിലായിട്ട് ഫോക്കസ്ഡ് ആവും എന്ന് പറയുന്നത്. ഈ കടം കൊടുത്ത പൈസ തിരിച്ചു വേണം എന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ കൊടുത്ത ആ ചേട്ടൻ രേണു കിച്ചുവിനെ കുറിച്ച് പറഞ്ഞാന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറയുന്നുണ്ട്. കാര്യം രേണുവിൻ്റെ ഒരു മൂത്ത മോൻ വീട്ടിൽ നിർത്തത്തില്ല. പുള്ളിക്കാരി പറഞ്ഞ് അങ്ങനെ നോക്കുന്നു, ഇങ്ങനെ നോക്കുന്നു. പിന്നെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു വീട്ടിൽ, സൂര്യൻ്റെ ബൈക്ക്. അത് കൊണ്ടുപോയി, മൂത്തം കൊണ്ടുപോയി. അപ്പോൾ അതിനെ പറ്റി എൻ്റെ പറഞ്ഞിട്ടുണ്ടെന്ന് കൂടുതൽ വിടാൻ പറ്റത്തില്ലായിരുന്നു, അങ്ങനെ എന്തായാലും കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവനെ നിർത്താൻ അവന് നോട്ടം ശരിയായില്ല, കുറച്ച് കാര്യം പറഞ്ഞു. അത് ഇതൊക്കെ ചൊല്ലി ഞാൻ ഒത്തിരി സംസാരമായി. പിന്നെ അവർ പറഞ്ഞു നോബിച്ചേട്ടൻ ഞാൻ ഒരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ നിങ്ങൾ കണ്ട ഈ രേണു കിച്ചുവിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഇയാൾ വന്നിട്ട് ഇൻ്റർവ്യൂവിൽ പറയുന്നത്. അപ്പം രേണു പല സാഹചര്യങ്ങളിലായിട്ട് കിച്ചുവിനെ കുറിച്ച് മോശമായി സംസാരിച്ചിട്ടുണ്ടെന്നുള്ളത്. ഇതാണ് ഇനി പറ്റാൻ പോണത്. ഇനി കിച്ചു രേണുവിനെ കുറിച്ച് പറഞ്ഞത്, രേണു കിച്ചുവിനെ കുറിച്ച് പറഞ്ഞത്, അത് ഓബിയസ്ലി രേണു ബിഗ് ബോസ് പോയാൽ ഇനി അതേ നടക്കാൻ പോകുന്നുള്ളൂ. മനസ്സിലായോ? അതിനിപ്പോൾ ഏത് സാഹചര്യത്തിൽ എങ്ങനെ പറഞ്ഞു പോകുന്നുണ്ടാവില്ല. കിച്ചു രേണുവിനെ കുറിച്ച് പറഞ്ഞു, രേണു കിച്ചുവിനെ കുറിച്ച് പറഞ്ഞത്. ഇനി അതിന് റിപ്ലൈ കൊടുക്കാനായിരിക്കും കിച്ചുവിൻ്റെ ചാനലിൽ ഇനി മാക്സിമം കാര്യങ്ങൾ പോകുക. ആൻഡ് കിച്ചുവിൻ്റെ ഈ കേസുകൾ കാര്യങ്ങൾ മറ്റേത് പറഞ്ഞു ഇതിൻ്റെ ഒരു ഹിസ്റ്ററി മൊത്തം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, കാരണം എന്താ, രേണു ബിഗ് ബോസിനകത്തായിരിക്കും. അപ്പം പിന്നെ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല ഇനീഷ്യൽ സ്റ്റേജിൽ കയറിയില്ലെങ്കിലും വേറെ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് സാധനം ഷിഫ്റ്റായിട്ട് ഈ ചെക്കൻ്റെ മേത്തേക്ക് പോകും. ചെക്കന് ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരും. എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ ചെക്കൻ ചിലപ്പോൾ അഗ്രസീവ് ആവും. അഗ്രസീവ് ആകുമ്പോൾ ചെക്കൻ്റെ പാസ്റ്റും കുത്തി പുറത്ത് വരും. അതൊന്നും ആവാതിരിക്കട്ടെ, കുട്ടികളാണ്, അല്ലാതെ എന്ത് പറയാനാടേ. ഇനി അടുത്തത്, ഇത് ഞാൻ കിച്ചു എന്ന് പറഞ്ഞ കോണ്ടൻറ്റിൻ്റെ ഒപ്പം ചെയ്യാമെന്ന് വിചാരിച്ചു. നൈനിഷ, ഇനി ഇതിനൊരു സെപ്പറേറ്റ് കോണ്ടൻറ്റ് ചെയ്യാൻ വയ്യ, കാരണം അത് ഈ ടോപ്പിക്കിൻ്റെ കൂടെ പോട്ടെ. കഴിഞ്ഞ ദിവസം മമ്മൂനെ ഇൻ്റർവ്യൂ എടുത്തത് നൈനിഷയാണ്, വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞ ചാനലിൽ. വൈകിട്ടാണെങ്കിലും നൈനിഷ കഴിഞ്ഞ ദിവസം സോറി ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ സോറി പറയാൻ വൈകിപ്പോയെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു 100-200 ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. മാനസികമായി ഞാൻ വളരെയധികം തകർന്നുപോയി. ഇപ്പോഴും ഞാൻ അതിൽ നിന്ന് റിക്കവർ ആയി എന്നല്ല, എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂവില് അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി. അതിനൊരിക്കലും ഞാൻ ന്യായീകരിക്കുകയല്ല. എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല. അപ്പോൾ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളെല്ലാവരും പറഞ്ഞിരുന്ന പോലെ ഞാൻ ഒരു പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമല്ല. നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ്, എന്റെ വീട്ടിലും സ്ത്രീകളുണ്ട്, എനിക്കിനി ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായി പോയി. അതായത് ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമിൽ അതിനെതിരെ വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല. ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പൊ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി. ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി. അപ്പൊ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും മാപ്പ് ചോദിക്കുകയാണ്. എനിക്ക് നിങ്ങൾ തന്ന സപ്പോർട്ട് വളരെ വലുതായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അത്രയും വിധം സപ്പോർട്ടെല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. ഇന്റർവ്യൂസ് ഇഷ്ടപ്പെട്ടവരുടെ കമന്റ്സ് ആണ് എന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കുന്നത്. കാര്യം എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു വീഴ്ച വരുമെന്ന്, അല്ലെങ്കിൽ എന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു സംസാരം വരുമെന്ന് അവർ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അപ്പം എന്തുകൊണ്ടോ ഞാൻ പറഞ്ഞുപോയി. പറയില്ല, ആ ആള് പറഞ്ഞപ്പം
അതിനെതിരെ ഞാൻ വളരെ ലാഘവത്തോടു കൂടി ഞാൻ അതിനെ എടുത്ത് അത് ഞാൻ പറഞ്ഞു. ഇന്ന് ആ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായി എന്നോട് തന്നെ നല്ല ഒരു ദേഷ്യവും വെറുപ്പും തോന്നുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് തോന്നിയവരോടൊന്നും എനിക്കൊരു പരാതി ഇല്ല, ഒരു ഒരു ഇതുമില്ല, സങ്കടമല്ലാതെ വേറെ ഒന്നും എനിക്കില്ല. അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഞാൻ മാക്സിമം എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരാത്ത രീതിയിൽ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഇനി ഇങ്ങനത്തെ ഒരു ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഒരിക്കൽ കൂടി ഒരു കാര്യമേ പറയാനുള്ളൂ, ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സ്ത്രീയല്ല. ആരെയും മാനിക്കാത്തതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പ്രൈവസിയെ ബഹുമാനിക്കാത്തതോ ആയിട്ടുള്ള ഒരു സ്ത്രീയൊന്നും അല്ല ഞാൻ. എനിക്ക് എന്തിൽ തന്നെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അതായത് എനിക്ക് എന്റേതായിട്ടൊരു സ്റ്റൈൽ തന്നെ ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. അതന്നെ ഞാൻ അതിനോടൊക്കെ കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്. അപ്പം ഒരു ആരെയും വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ സോറി പറയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്റെ ആ ഒരു ഇന്ററാക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ക്ഷമിക്കണം. സോറി. നൈനിഷ സോറി പറഞ്ഞത് എനിക്ക് സീനില്ല, ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പം ഞാൻ ആരെ ആക്സെപ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കേണ്ട, കാരണം പബ്ലിക്കിൽ വന്നൊരു സംഗതിയാണ്, ഒരു റോങ് തിങ് ആണ്, അതിൽ നമ്മൾ പ്രതികരിച്ചതാണ്. അപ്പോൾ അത് ആ ഭാഗത്ത് ഇപ്പോൾ മമ്മൂൻ്റെ ഭാഗത്തുനിന്നൊരു സോറി വന്നു, നൈനിഷേൻ്റെ ഭാഗത്തുനിന്നൊരു സോറി വരുന്നു. ഇത് ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ളതൊക്കെ ഓരോ പ്രേക്ഷകൻ്റെ ചോയ്സാണ്. അതിനനുസരിച്ച് തള്ളാതിരിക്കാം. എനിക്ക് ഓക്കെയാണിത്. പക്ഷെ നൈനിഷ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നൈനിഷ അടക്കമുള്ള ആങ്കേഴ്സ്, നിങ്ങൾ ഒരിക്കലും ഒരു ചാനലിൻ്റെ പപ്പറ്റാവരുത്. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ, നിങ്ങളൊരു വർക്ക് ചെയ്യാണ്, ചാനലിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, ചാനലിൽ പറഞ്ഞ് നിങ്ങൾ കേൾക്കണം. അങ്ങനത്തെ കുറേ സാധനങ്ങൾ നിങ്ങളുടെ തലയിലുണ്ട്. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് കിട്ടില്ല. കാരണം ഈ ഫീൽഡിൽ കോമ്പറ്റീഷൻ കൂടുതലാണ്. ഓൺലൈൻ മീഡിയ ആങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഓൾറെഡി ഒരു ക്രെഡിബിലിറ്റി ഉള്ള അല്ലെങ്കിൽ കുറച്ച് ഫേസ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ആങ്കേഴ്സ് ആയിട്ടിരിക്കുന്ന ആളുകൾ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരു ചാനലിൻ്റെയും പപ്പറ്റല്ല. മനസ്സിലായോ? നിങ്ങളെയാണ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ ഒരു വെറൈറ്റി മീഡിയ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഷാജി പാപ്പൻ അല്ലെങ്കിൽ അങ്ങനെ സൈന, അങ്ങനെ ഇതിന് ചാനലിൻ്റെ പേരിലുള്ള ഒരു ക്രെഡിബിലിറ്റി അല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം നമ്മളൊരു ഇൻ്റർവ്യൂ കാണുമ്പോൾ ഇൻ്റർവ്യൂവർ ആരാണ് എന്നുകൂടി നോക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് സൊസൈറ്റി മാറിയിട്ടുണ്ട്. മനസ്സിലായോ? നിങ്ങൾ ആരെ ഇൻ്റർവ്യൂ എടുക്കുന്നു എന്നുള്ളത് ആണ് മെയിൻ പോയിൻ്റെങ്കിലും അതിനെ ഒരു ഇപ്പോൾ 100% എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആരെ ഇൻ്റർവ്യൂ ചെയ്യുന്നു അതനുസരിച്ചിട്ടാവുക ആ ഇൻ്റർവ്യൂവിൻ്റെ ഹൈപ്പ് വരുന്നത്. പക്ഷെ അതിലൊരു 10-20% ആരെ ഇൻ്റർവ്യൂ ചെയ്യുന്നു എന്നും കൂടി ഉണ്ട്. മനസ്സിലായി? ഒരു ആങ്കറിൻ്റെ ക്രെഡിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആങ്കർ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ട്. അങ്ങനത്തെ ആങ്കേഴ്സ് ആരെ ഇൻ്റർവ്യൂ ചെയ്താലും കാണാൻ വ്യൂവർഷിപ്പ് ഉണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് ആ ക്രെഡിബിലിറ്റി പോകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒരു ചാനൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് തന്നാൽ അത് നോ എന്ന് പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ നിങ്ങൾക്ക്. നിങ്ങളുടെ ഒന്നും വേണ്ടേ, ഞാൻ ചെയ്യുന്ന പോലെ സ്വന്തം മൊബൈലിൽ യൂട്യൂബിൽ ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കുക, നിങ്ങൾക്ക് തന്നെ ഒരാളെ വിളിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ എടുത്തിട്ടൂടെ? ഇപ്പോൾ എല്ലാവരും അതാണല്ലോ ചെയ്യുന്നത്. ഒരു ചാനലിൽ വർക്ക് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് ചാനൽ തുടങ്ങിപ്പോകും. ഇനി ഒന്നും വേണ്ട, ഒരു ചാനൽ തുടങ്ങാൻ ഒരു ആങ്കർ റെഡി ആണെന്നുണ്ടെങ്കിൽ അതിന് പൈസ മുടക്കി അത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആൾക്കാരുണ്ട് ഇവിടെ. മനസ്സിലായോ? അപ്പം നല്ല ആങ്കേഴ്സിനെ കിട്ടാനാണ് ഇപ്പോൾ പാട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഒരു ചാനൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പ്രിപ്പയർ ചെയ്ത് തന്നാൽ ആൾക്ക് അത് നോ പറയാനുള്ള ധൈര്യം നിങ്ങൾ കാണിക്കണം. ഇനി അല്ല, ഒരു ഇൻ്റർവ്യൂവിനകത്ത് ആരെങ്കിലും ഒരു വാവിട്ട വർത്തമാനം പറഞ്ഞു അത് പുറത്ത് വന്നാൽ അല്ലെങ്കിൽ പുറത്ത് പോയാൽ പ്രശ്നമാവും എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക്, ഒരു ബോധവും ബുദ്ധി നിങ്ങൾക്ക് വേണം. പിന്നെ എക്സ്ക്ലൂസിവിറ്റിക്ക് വേണ്ടി ഓടുമ്പോൾ ആരുടെ പേഴ്സണൽ ലൈഫും എന്തും എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നൊരു കോണ്ടന്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു പ്രീ ഡിറ്റർമിൻഡ് ആയിട്ട് പോയിട്ടൊരു ഇൻ്റർവ്യൂ എടുക്കാനും പാടില്ല. ഇത്ര പഠിച്ചാൽ മതി, ഇത്ര ചെയ്താൽ മതി, സുഖമായിട്ടൊരു എന്താ പറയുക കിടിലൻ ഇൻ്റർവ്യൂവറായിട്ട് മുന്നോട്ട് നൈനിഷയ്ക്കൊക്കെ പോകാൻ പറ്റും. നൈനിഷ ഒരു സമയത്ത് വൈറലായിരുന്നു. നൈനിഷേൻ്റെ ഇൻ്റർവ്യൂസ് ഒരു ടൈമിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഏതൊരു ബിഗ് ബോസ് സീസൺ കഴിഞ്ഞതിന് ശേഷം തോന്നുന്നു നൈനിഷ ഭയങ്കര വൈറലായിരുന്നു, കുറേ ഇൻ്റർവ്യൂസൊക്കെ ചെയ്തിട്ട്. ഇപ്പം എന്തായി? കാരണം എന്താ പറയുക, ആ കിട്ടുന്ന ഫെയിം ആൻഡ് ക്രെഡിബിലിറ്റീൻ്റെ മുകളിൽ ബിൽഡ് ചെയ്യണം. മനസ്സിലായോ? അല്ലാത്ത കാര്യങ്ങൾ ചില സമയത്ത് എന്താ പറയുക, നമുക്ക് നമ്മളുടെ ആ ഒരു ബാഗേജ് വരും. അതായത് ഞാൻ കുറച്ച് വൈറലാണ്, ഞാൻ എടുക്കുന്നത് ഇനി വൈറലാണെന്നുള്ള ബാഗേജ് അതിപ്പോൾ പോകരുത്. വൈറാലിറ്റിയൊക്കെ ഇങ്ങനെ ഓർഗാനിക്കലി വരുന്ന പരിപാടിയാണ്, അതങ്ങനെ വന്നോളും. ഓക്കെ, എന്താണെങ്കിലും നൈനിഷ സോറി പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. ഇനി അതിൻ്റെ മുകളിൽ ആ പെണ്ണിനെ പോയിട്ട് ചൊറിയേണ്ട ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോൾ RJ അഞ്ജലീനെ പോലെ സോറി പറഞ്ഞതിന് ശേഷം വീണ്ടും അഹങ്കാരം കാണിക്കുന്നതല്ലല്ലോ. അവർ തേങ്ങി കരഞ്ഞ് സോറി പറഞ്ഞൊരു സംഗതി. ആൻഡ് മമ്മു കരഞ്ഞ പോലത്തെ ഒരു ഫേക്ക്നെസ് എനിക്ക് പേഴ്സണലി ഇതിൽ തോന്നിയില്ല. മമ്മൂൻ്റെ കരച്ചിലും എനിക്ക് ഫേക്കായിട്ടാണ് തോന്നിയത്. എന്താണെങ്കിലും ഈ വിഷയം അങ്ങനെ എൻഡായി പോകുന്നത് നല്ലതാണ്. ഫ്യൂച്ചറിൽ അവർക്ക് നല്ല ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റട്ടെ. ആൻഡ് നേരത്തെ പറഞ്ഞ ടോപ്പിക്കിലാണെന്നുണ്ടെങ്കിൽ
കിച്ചുവിൻ്റെ പാസ്റ്റൊക്കെ കുത്തിച്ചകയാനും കിച്ചു ഇനി കുറേ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലൊന്നും കാര്യങ്ങൾ പോകാതിരുന്നാൽ ആ ചെക്കന് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും.